സന്ധ്യയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ഒടുവിൽ സന്ധ്യയെ പുറത്തെത്തിച്ചത്. അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കാണ് സന്ധ്യയെ മാറ്റിയത്. സന്ധ്യയുടെ കാലിന് ഗുരുതരമായ പരിക്കുണ്ട്. ഈ കോൺക്രീറ്റ് സ്ലാബുകൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അത് വന്ന് പതിച്ച ആഘാതമായിരിക്കാം. സന്ധ്യയുടെ കാലിന് പരിക്കുണ്ട്. സന്ധ്യ ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബിജുവിനെ ഇനി പുറത്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അവിടെ ദൗത്യസംഘം തുടരുകയാണ്. ഒരു വലിയ ഹിറ്റാച്ചി ആ സ്ഥലത്തേക്ക് വേഗത്തിൽ എത്തിക്കുന്നുണ്ട്. ഹിറ്റാച്ചി അവിടേക്കുള്ള വഴിയൊരുക്കി ആ തകർന്നു കിടക്കുന്ന കെട്ടിടത്തിനടുത്തേക്ക് വരികയാണ്. ഹിറ്റാച്ചിയുടെ സഹായത്തോടെ അവിടെ ഒരു വലിയ ബീമുണ്ട്. ആ ബീം നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ ഈ ബിജുവിനെ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. ബിജുവിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ചെറിയ ആശങ്കയുണ്ട്. അല്പസമയം മുൻപ് ഡീൻ കുര്യാക്കോസ് എംപിയും പറഞ്ഞത് തുടക്കം മുതൽ തന്നെ ബിജു പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ ആശങ്കാജനകമാണെന്ന് പറയുന്നു. പക്ഷേ എത്രയും വേഗം ബിജുവിനെ കൂടി പുറത്തെടുക്കേണ്ടതുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്. അതിനായുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. സന്ധ്യ തുടക്കം മുതൽ തന്നെ പ്രതികരിച്ചിരുന്നു. അവിടെ രക്ഷാസംഘം എത്തിയ ഘട്ടത്തിലും ആദ്യം നാട്ടുകാർ എത്തിയ ഘട്ടത്തിലുമൊക്കെ സന്ധ്യ പ്രതികരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സന്ധ്യയെ പുറത്തെടുക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകിയത്. സന്ധ്യയെ പുറത്തെടുത്ത് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വിദഗ്ധ ചികിത്സ നൽകുകയാണ്. ഇനി മറ്റെവിടെയെങ്കിലും എത്തിച്ച് ചികിത്സ നൽകേണ്ടതുണ്ടെങ്കിൽ അടിയന്തരമായതിനുള്ള ക്രമീകരണം കൂടി ഒരുക്കും എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് നിലവിൽ സന്ധ്യയുള്ളത്. അവിടെ ഡോക്ടേഴ്സ് സന്ധ്യയെ പരിശോധിക്കുകയാണ്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഡോക്ടേഴ്സ് പരിശോധിച്ച ശേഷം വേണമെങ്കിൽ മറ്റാശുപത്രികളിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകും. ബിജുവിനെ അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ദൗത്യം മറുഭാഗത്തിപ്പോൾ നടക്കുന്നുണ്ട്. അവിടേക്ക് ഇപ്പോൾ വലിയൊരു ഹിറ്റാച്ചി എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് കാണാൻ കഴിയുക. അവിടേക്ക് ഉള്ള വഴി നിലവിലില്ല. ഈ മണ്ണിടിഞ്ഞ് വീണത് കൊണ്ട് തന്നെ വഴിയൊക്കെ മൂടിപ്പോയിരിക്കുന്നു. വലിയൊരു ഹിറ്റാച്ചി അവിടേക്ക് എത്തിക്കുന്നത് വഴി നിർമ്മിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഹിറ്റാച്ചി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ മരങ്ങളുണ്ട്, മരക്കമ്പുകളുണ്ട്. അതൊക്കെ ഹിറ്റാച്ചി തന്നെ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നുണ്ട്. ആ മേഖലയിൽ വൈദ്യുതി ഒന്നുമില്ല. മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് ഈ വൈദ്യുതി ബന്ധമൊക്കെ നിലവിൽ വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. വലിയ വൈദ്യുതി പോസ്റ്റുകളൊക്കെ അവിടെ ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഈ മണ്ണ് അവിടേക്ക് വന്ന് വീണതിൻ്റെ ആഘാതത്തിൽ. അപ്പോൾ അവിടെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവിടേക്ക് വഴി ഒരുക്കിയാണ് ഹിറ്റാച്ചി എത്തിക്കുന്നത്. ഹിറ്റാച്ചി എത്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വീട് തകർന്നു കിടക്കുകയാണ്. വലിയ കോൺക്രീറ്റ് പാളികളാണ്. അത് നീക്കം ചെയ്യുക, അതിനുശേഷം ബിജുവിനെ പുറത്തെടുക്കുക. അതാണിപ്പോൾ ദൗത്യസംഘം ലക്ഷ്യമിടുന്നത്. നേരത്തെ ശ്രമകരമായൊരു ദൗത്യമായിരുന്നു ദൗത്യസംഘം നിർവഹിച്ചത്. ഈ വലിയ കോൺക്രീറ്റ് പാളികൾക്കടിയിൽ കുടുങ്ങിക്കിടന്ന സന്ധ്യയെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ രക്ഷാദൗത്യം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി നേരിടുന്നത് നമ്മൾ തുടക്കത്തിൽ കണ്ടതാണ്. കാരണം വലിയ കോൺക്രീറ്റ് ബീമുകൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് രണ്ടുപേരും എന്നതുകൊണ്ട് തന്നെ അത് ജാഗ്രതയോടെ പൊട്ടിച്ച് അവരെ പുറത്തെടുക്കുക എന്നത് വലിയ ദൗത്യമായിരുന്നു. അതിൽ അവർ വിജയിച്ചു എന്ന് വേണം പറയാം. അതിൻ്റെ ആദ്യഘട്ടത്തിൽ അങ്ങനെയാണ് സന്ധ്യയെ പുറത്തെത്തിച്ചത്. ഇരുവരുടെയും കാലുകൾ പിണഞ്ഞുപോയ അവസ്ഥയിലായിരുന്നു. ബിജുവിൻ്റെ കാലുകൾക്ക് മുകളിലേക്ക് ഈ വലിയ കോൺക്രീറ്റ് ബീം വന്ന് വീഴുകയും ചെയ്തു. അതുകൊണ്ട് ആ ബീം പൊട്ടിച്ച് മാറ്റിയാൽ മാത്രമേ ഈ സന്ധ്യയെ പുറത്തെടുക്കാൻ കഴിയുന്നൊരവസ്ഥയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ 5 മണിക്കൂർ സമയമെടുത്തത് രക്ഷാദൗത്യം പൂർത്തിയാക്കാൻ എന്നാണ് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ പറഞ്ഞത്. ഇപ്പോൾ സന്ധ്യയെ പുറത്തെത്തിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ബിജുവിനെ ഇപ്പോൾ പുറത്ത് എടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വലിയൊരു ഹിറ്റാച്ചി അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് ആ തകർന്നു കിടക്കുന്ന വീടിൻ്റെ കോൺക്രീറ്റ് പാളികൾ നീക്കുക, അങ്ങനെ ബിജുവിനെ പുറത്തെത്തിക്കുക, അതിനായുള്ള ദൗത്യമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.